ക്രോഷേറ്റ് ലവേഴ്സ്, ഇന്ന് ചെയ്യാൻ പോണ സ്റ്റിച്ച് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ആണ്. അപ്പൊ ഞാൻ മുൻകൂട്ടി തന്നെ ചെയിനൊക്കെ ചെയ്ത് സെറ്റ് ആക്കി വെച്ചേക്കാണ്. നമുക്ക് സ്റ്റിച്ചിലോട്ട് കിടക്കാം. 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് യാൺ ഓവർ ചെയ്ത് മൂന്നാമത്തെ ചെയിനിനകത്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ശേഷം യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. ഹാഫ് ഡബിൾ ക്രോഷയ്ക്കകത്ത് 3 ലൂപ്പിലൂടെ ആയിരുന്നു, ഇതിനകത്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെ വീണ്ടും പുറത്തേക്ക് എടുക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം. യാൺ ഓവർ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് മുകളിലേക്ക് എടുക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പൊ നമ്മൾ 2 DC ചെയ്തു. ഇനി എൻഡിങ് വരെ നമുക്ക് DC ചെയ്യാം. അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. അവസാനത്തെ ചെയിൻ വരെ ഞാൻ ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി നമുക്ക് എങ്ങനെ ടേൺ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം 2 ചെയിൻ ചെയ്യാം. 1 2 2 ചെയിൻ ചെയ്ത് നമ്മൾ ടേൺ ചെയ്യുക. യാൺ ഓവർ ചെയ്ത് മൂന്നാമത്തെ ചെയിനിൽ നമ്മൾ ചെയ്ത 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ 2 ലൂപ്പും കയറിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് എടുക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തെടുക്കുക. യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തെടുക്കുക. നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമുണ്ട്, ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും. നമുക്ക് ഇനി അതെന്താണെന്ന് നോക്കിയാലോ. നമ്മൾ ഒരു ചെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും ഉണ്ട്. ഇപ്പൊ ഒരു ചെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫേസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, ലൂപ്പിന്റെ ഒരു സൈഡ് വേണ്ട ഈ ഒരു പോർഷൻ, ഇതിനെ ഫ്രണ്ട് ലൂപ്പ് എന്നും മറു സൈഡിലുള്ളതിനെ ബാക്ക് ലൂപ്പ് എന്നുമാണ് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ അടുത്ത വീഡിയോയിൽ അടുത്തൊരു പുതിയ സ്റ്റിച്ചുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.